ഹായ് ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ട്രയൽ ബാലൻസിൻ്റെ പ്രിപ്പറേഷനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത് എന്താണ്, ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യേണ്ടുന്ന മെത്തേഡുകൾ ഏതൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തത്. ട്രയൽ ബാലൻസിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജുമായി നമ്മൾ കണ്ട കാര്യങ്ങളുണ്ട്. ഒരു അഡ്വാൻറ്റേജാണ് we can check the arithmetical accuracy of our books of accounts. ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്താൽ നമുക്ക് നമ്മുടെ ട്രയൽ ബാലൻസിൻ്റെ ഡെബിറ്റ് ക്രെഡിറ്റ് കോളങ്ങൾ തുല്യമാവുകയാണെങ്കിൽ നമുക്കതിൻ്റെ അരിത്മെറ്റിക്കൽ ആക്യുറസി ഉറപ്പുവരുത്താൻ കഴിയും എന്നുള്ള ഒരു അഡ്വാൻറ്റേജ് നമ്മൾ പറയുന്നുണ്ട്. അതേ സമയത്ത് മറ്റൊരു ലിമിറ്റേഷനായിട്ട് നമ്മൾ പറയുന്നുണ്ട്, ട്രയൽ ബാലൻസിൻ്റെ രണ്ട് കോളങ്ങളും ഡെബിറ്റ് ക്രെഡിറ്റ് കോളങ്ങൾ തുല്യമായാൽ തന്നെയും അതിനകത്ത് എറേഴ്സ് ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ എറേഴ്സ് എന്ന് പറയുന്ന ആ ഒരു പാർട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എറേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ, ഇഫ് ടു സൈഡ്സ് ഓഫ് ട്രയൽ ബാലൻസ് ഡു നോട്ട് എഗ്രി ദർ ഹാവ് ബീൻ സം എറേഴ്സ്. ട്രയൽ ബാലൻസിൻ്റെ രണ്ട് സൈഡുകൾ, ഡെബിറ്റ് ക്രെഡിറ്റ് സൈഡുകൾ അല്ലെങ്കിൽ ഡെബിറ്റ് ക്രെഡിറ്റ് കോളങ്ങൾ, ഇത് രണ്ടും ഈക്വൽ ആവുന്നില്ലെങ്കിൽ, തുല്യമാകുന്നില്ലെങ്കിൽ അവിടെ എന്തായാലും ചില എറേഴ്സ് സംഭവിച്ചിട്ടുണ്ട്. എന്തെങ്കിലും എറേഴ്സ് സംഭവിച്ചത് കൊണ്ടാണ് ട്രയൽ ബാലൻസിൻ്റെ രണ്ട് സൈഡുകളും ഈക്വൽ ആവാത്തത്. ഈവൺ ഇഫ് ടു സൈഡ്സ് ഓഫ് ട്രയൽ ബാലൻസ് എഗ്രി ദർ മേ ബി സർട്ടൻ എറേഴ്സ്. ഇനി ട്രയൽ ബാലൻസിൻ്റെ രണ്ട് സൈഡുകളും ഈക്വൽ ആയാൽ തന്നെയും ചിലപ്പോൾ അവിടെ ചില എറേഴ്സ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ രണ്ട് സൈഡും ഈക്വൽ ആവുന്നില്ലെങ്കിൽ തീർച്ചയായും അവിടെ എറർ ഉണ്ട് എന്നുള്ളതാണ്. രണ്ട് സൈഡും ഈക്വൽ ആയാൽ തന്നെയും നമുക്ക് ട്രയൽ ബാലൻസ് അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ട്സ് ആക്യുറേറ്റ് ആണെന്ന് പറയാൻ കഴിയില്ല. ചിലപ്പോൾ അതിനകത്ത് എറേഴ്സ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ രണ്ട് പോയിന്റുകൾ വെച്ചുകൊണ്ട് നമുക്ക് എറേഴ്സിനെ രണ്ടായി ക്ലാസിഫൈ ചെയ്യാം. ക്ലാസിഫിക്കേഷൻ ഓഫ് എറേഴ്സ്. They are one-sided errors and two-sided errors. One-sided errors എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ കാറ്റഗറിയാണ് എറേഴ്സ് വിച്ച് അഫക്റ്റ് എഗ്രിമെൻറ്റ് ഓഫ് ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസിൻ്റെ അഗ്രിമെൻറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന എറേഴ്സാണ്. എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡും ഈക്വൽ ആവുന്നില്ല. ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ട്രയൽ ബാലൻസിനകത്ത് ഈക്വൽ ആവുന്നില്ലെങ്കിൽ അത് വൺ സൈഡ് എറേഴ്സിൻ്റെ ഫലമാവാം. ഒരു സൈഡിൽ മാത്രം എറർ വന്നതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ട്രയൽ ബാലൻസിൻ്റെ രണ്ട് സൈഡും ഈക്വൽ ആവാത്തത്. ടു സൈഡഡ് എറേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? എറേഴ്സ് വിച്ച് ഡു നോട്ട് അഫക്റ്റ് എഗ്രിമെൻറ്റ് ഓഫ് ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസിൻ്റെ എഗ്രിമെൻറ്റിനെ അഫക്റ്റ് ചെയ്യാത്ത എറേഴ്സാണ്. എന്ന് പറഞ്ഞാൽ ട്രയൽ ബാലൻസ് ഈക്വൽ ആണ്, ഡെബിറ്റ് കോളവും ക്രെഡിറ്റ് കോളവും തുല്യമായിട്ടുള്ള എമൗണ്ടാണ് കാണിക്കുന്നത്, ടോട്ടൽ എമൗണ്ട് തുല്യമാണ്. പക്ഷേ അവിടെ എറേഴ്സ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതാണ് ടു സൈഡഡ് എറേഴ്സ്. അപ്പോൾ രണ്ട് സൈഡിലും എറർ വരുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു സൈഡിൽ മാത്രം എറർ വരുന്ന കേസ് ഉണ്ടാവാം, രണ്ട് സൈഡിലും എറർ വരുന്ന കേസ് ഉണ്ടാവാം. ഒരു സൈഡിൽ മാത്രം എറർ വരികയാണെങ്കിൽ ട്രയൽ ബാലൻസ് ഒരിക്കലും ടാലി ആവില്ല, ഈക്വൽ ആവില്ല. എന്നാൽ രണ്ട് സൈഡിലും എറർ വരുന്ന കേസിലാകുമ്പോൾ ട്രയൽ ബാലൻസ് ടാലിയാവും, എന്നാലും അതിനകത്ത് എറേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് എറേഴ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് വൺ സൈഡ് എറേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഒരു സൈഡിൽ വരുന്ന എറർ, സച്ച് എറേഴ്സ് ക്യാൻ ബി ഡിസ്ക്ലോസ്ഡ് ബൈ ട്രയൽ ബാലൻസ്. അപ്പം അങ്ങനെ ഒരു ഭാഗത്ത് മാത്രം എറർ വരുന്ന ട്രയൽ ബാലൻസ് ആകുമ്പോൾ നമുക്ക് ട്രയൽ ബാലൻസ് നോക്കിയിട്ട് തന്നെ എറർ ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റും. കാരണം ട്രയൽ ബാലൻസ് ഒരിക്കലും ഈക്വൽ ആവില്ല. അപ്പോൾ ട്രയൽ ബാലൻസ് ഈക്വൽ ആവാത്തത് കൊണ്ട് നമുക്ക് ഉറപ്പിക്കാവുന്നതാണ് അതിനകത്ത് എവിടെയോ എറർ സംഭവിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് ട്രയൽ ബാലൻസ് വെച്ച് ഡിസ്ക്ലോസ് ചെയ്യാവുന്ന, ട്രയൽ ബാലൻസ് വെച്ച് ഐഡൻറ്റിഫൈ ചെയ്യാവുന്ന എറേഴ്സാണ് വൺ സൈഡഡ് എറേഴ്സ്. എന്തുകൊണ്ടാണ് വൺ സൈഡഡ് എറേഴ്സ് ഉണ്ടാകുന്നത്? വാട്ട് ആർ ദി കോസസ് ഓർ റീസൺസ് ഫോർ വൺ സൈഡഡ് എറേഴ്സ്? അതിലൊന്ന്, പോസ്റ്റിംഗ് എ റോങ് എമൗണ്ട്. ഒരു തെറ്റായ എമൗണ്ട് ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യുന്നത് കൊണ്ടായിരിക്കാം. നമ്മൾ ജേണലിൽ നിന്ന് ലെഡ്ജറിലേക്ക് ഒരു എമൗണ്ട് പോസ്റ്റ് ചെയ്യുമ്പോൾ, ഒരു ട്രാൻസാക്ഷൻ പോസ്റ്റ് ചെയ്യുമ്പോൾ
ആ എമൗണ്ട് തെറ്റായിട്ട് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ അക്കൗണ്ടിൽ എറർ വരും, അതിൻ്റെ എമൗണ്ട് കൃത്യമാവാതെ വരും. ആ എമൗണ്ട് നമ്മൾ ട്രയൽ ബാലൻസിലേക്ക് എടുത്തു കഴിയുമ്പോൾ ട്രയൽ ബാലൻസ് ടാലി ആവാതെ വരും. അപ്പോൾ ഒന്നതാണ് പോസ്റ്റിംഗ് എ റോങ് എമൗണ്ട് എന്നുള്ളത്. രണ്ടാമത് റോങ് കാസ്റ്റിംഗ് ആൻഡ് റോങ് ക്യാരി ഫോർവേഡ്. നമ്മൾ അക്കൗണ്ട് ടോട്ടൽ ചെയ്യുന്ന സമയത്തോ അതിലെ എമൗണ്ട് അടുത്ത വർഷത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യുന്ന സമയത്തോ ഉണ്ടാകാവുന്ന എററാണ്. അക്കൗണ്ട് ടോട്ടൽ ചെയ്യുന്ന സമയത്ത് തെറ്റായി ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ അത് ബാലൻസിനെ ബാധിക്കും, അല്ലേ? അതുപോലെ തന്നെ കഴിഞ്ഞ വർഷമുള്ളൊരു ബാലൻസിനെ ഈ വർഷത്തേക്ക് എടുത്തു എഴുതുന്ന സമയത്ത് ക്യാരി ഫോർവേഡ് ചെയ്യുമ്പോൾ എമൗണ്ട് തെറ്റിപ്പോയി കഴിഞ്ഞാലും നമ്മുടെ ഈ വർഷത്തെ അക്കൗണ്ട് കൃത്യമാവില്ല. അതാണ് മറ്റൊന്ന്. മൂന്നാമത്തത് റോങ് ബാലൻസിങ് ഓഫ് ആൻ അക്കൗണ്ട്. അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ വരുന്നത് തെറ്റാണ്. നമ്മൾ ടോട്ടൽ എല്ലാം കറക്റ്റാണ്, നമ്മുടെ അക്കൗണ്ടിങ് എൻട്രീസിൻ്റെ പോസ്റ്റിംഗ് എല്ലാം കറക്റ്റാണ്, പക്ഷെ ബാലൻസ് ചെയ്ത സമയത്ത് നമുക്ക് എമൗണ്ട് തെറ്റിപ്പോയി. അങ്ങനെ സംഭവിച്ചാലും വൺ സൈഡ് എറർ ഉണ്ടാവും. ഒമിഷൻ ടു പോസ്റ്റ് ആൻ എമൗണ്ട് ഫ്രം സബ്സിഡിയറി ബുക്സ് ടു ലെഡ്ജർ. സബ്സിഡിയറി ബുക്കിൽ നിന്ന് അല്ലെങ്കിൽ ജേണലിൽ നിന്ന് ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും എമൗണ്ട് എഴുതാൻ വിട്ടുപോയി കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു സബ്സിഡിയറി ബുക്കിനകത്തുള്ള ഒരു എമൗണ്ട് നമ്മൾ അതിൻ്റെ കൺസേൺഡ് ലെഡ്ജറിലേക്ക്, ഫോർ എക്സാമ്പിൾ സെയിൽസ് ബുക്ക്, അല്ലേ, ഒരു സബ്സിഡിയറി ബുക്കാണ്, അതിൻ്റെ ലെഡ്ജർ സെയിൽസ് അക്കൗണ്ടാണ്. അപ്പോൾ സെയിൽസ് ബുക്കിൽ നിന്നുള്ള ഒരു എമൗണ്ട് നമ്മൾ സെയിൽസ് അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യാൻ വിട്ടുപോയി, ഒമിറ്റ് ചെയ്യുന്നു. അങ്ങനെ വരുന്ന കേസിൽ എന്താവും, ഈ സെയിൽസ് അക്കൗണ്ടിനകത്ത് എമൗണ്ടിൻ്റെ കുറവ് വരും. അപ്പോൾ അതുകൊണ്ട് ഒരു സൈഡിൽ ട്രയൽ ബാലൻസിൻ്റെ ഒരു സൈഡ് ഡിഫറൻ്റ് ആയിട്ട് വരും, ടാലി ആവാതെ വരും. നെക്സ്റ്റ്, ഒമിഷൻ ഓഫ് ആൻ അക്കൗണ്ട് ബാലൻസ് ഫ്രം ട്രയൽ ബാലൻസ്. മറ്റൊരു കേസ് എന്ന് പറയുന്നത് നമ്മുടെ അക്കൗണ്ട് എല്ലാം കറക്റ്റാണ്, പക്ഷേ ഏതെങ്കിലും അക്കൗണ്ടിൻ്റെ ബാലൻസ് എമൗണ്ട് ട്രയൽ ബാലൻസിലേക്ക് എടുക്കാൻ വിട്ടുപോയി. നമ്മൾ ഓരോ അക്കൗണ്ടിൻ്റെയും ബാലൻസ് എന്ത് ചെയ്യണം, ട്രയൽ ബാലൻസിലേക്ക് എടുത്ത് എഴുതണം, അല്ലേ? ട്രയൽ ബാലൻസിലേക്ക് എടുത്ത് എഴുതുന്ന സമയത്ത് ഏതെങ്കിലും അക്കൗണ്ടിൻ്റെ ബാലൻസ് അതിലേക്ക് ചേർക്കാൻ വിട്ടുപോയി കഴിഞ്ഞാലും ട്രയൽ ബാലൻസ് ഈക്വൽ ആവാതെ വരും, ഒരു സൈഡിൽ മാത്രം എമൗണ്ട് തെറ്റായി വരും. പോസ്റ്റിംഗ് സെയിം എമൗണ്ട് ട്വൈസ് ഇൻ ആൻ അക്കൗണ്ട്. ഒരേ എമൗണ്ട് 2 തവണ പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, ഒരു ട്രാൻസാക്ഷൻ നടക്കുന്നു, ആ ട്രാൻസാക്ഷൻ നമ്മൾ ജേണലിൽ റെക്കോർഡ് ചെയ്തു, ജേണൽ ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യുമ്പോൾ 2 തവണ എന്ത് ചെയ്തു, ഒരേ എൻട്രിയെ പോസ്റ്റ് ചെയ്തു. ഒരേ എമൗണ്ട് 2 തവണ പോസ്റ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അതിന് ഡ്യൂപ്ലിക്കേഷൻ വരും. അപ്പോൾ അതിനകത്ത് അക്കൗണ്ട് കറക്റ്റ് അല്ലാതെ വരും, ട്രയൽ ബാലൻസിനകത്ത് എറർ വരും. റൈറ്റിംഗ് ബാലൻസ് ഓഫ് ആൻ അക്കൗണ്ട് ഓൺ റോങ് സൈഡ് ഓഫ് ട്രയൽ ബാലൻസ്. ഇനി ട്രയൽ ബാലൻസിൻ്റെ റോങ് സൈഡിലാണ് ഒരു അക്കൗണ്ടിൻ്റെ ബാലൻസ് എഴുതിയത്. ഫോർ എക്സാമ്പിൾ സെയിൽസ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ ട്രയൽ ബാലൻസിൻ്റെ ക്രെഡിറ്റ് കോളത്തിൽ വരുന്ന ഐറ്റമാണ്. അത് തെറ്റായിട്ട് ഡെബിറ്റ് കോളത്തിൽ ആ എമൗണ്ട് എഴുതി വെച്ചു. മിസ്റ്റർ എ അക്കൗണ്ട്, ഫോർ എക്സാമ്പിൾ മിസ്റ്റർ എ നമ്മുടെ ഡെപ്റ്ററാണ്, ക്യാഷ് തരാനുള്ള ആളാണ്, പക്ഷേ മിസ്റ്റർ എയുടെ എമൗണ്ട് ക്രെഡിറ്റ് കോളത്തിലാണ് എഴുതി വെച്ചത്. അപ്പോൾ അങ്ങനെ സംഭവിക്കാം, ഒരു അക്കൗണ്ടിൻ്റെ ബാലൻസ് ട്രയൽ ബാലൻസിലേക്ക് എഴുതിയ സമയത്ത് തെറ്റായ സൈഡിൽ എൻ്റർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എററാണ്. റോങ് ടോട്ടലിംഗ് ഓഫ് ട്രയൽ ബാലൻസ്. മറ്റൊന്ന്, ട്രയൽ ബാലൻസിന് ടോട്ടലിംഗിൽ വരുന്ന മിസ്റ്റേക്കാണ്. നമ്മുടെ അക്കൗണ്ട് എല്ലാം കറക്റ്റാണ്, അക്കൗണ്ട് കൃത്യമായിട്ട് ട്രയൽ ബാലൻസിലേക്ക് നമ്മൾ എഴുതുകയും ചെയ്തിട്ടുണ്ട്, പക്ഷേ ട്രയൽ ബാലൻസ് ടോട്ടൽ ചെയ്യുന്ന സമയത്ത് വന്ന മിസ്റ്റേക്ക് എറർ കാരണമായിട്ട് എന്ത് ചെയ്യാം, ട്രയൽ ബാലൻസ് ടാലി ആവാതെ വരാം, 2 സൈഡും ഈക്വൽ അല്ലാത്ത ഒരു എമൗണ്ട് കിട്ടാം. അപ്പോൾ ഇതൊക്കെ വൺ സൈഡഡ് എറേഴ്സിൻ്റെ റീസൺസ് ആണ്. ഇത്തരം എറേഴ്സ് നമുക്ക് വളരെ പെട്ടെന്ന് ട്രയൽ ബാലൻസ് ടാലി ആവാതിരിക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇത്തരം എറേഴ്സിൻ്റെ ഫലമായിട്ടാവാം ട്രയൽ ബാലൻസ് ടാലി ആവാത്തത് എന്നുള്ള അസംഷനിൽ നമുക്ക് ആ എറേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് വൺ സൈഡഡ് എറേഴ്സിൻ്റെ പ്രത്യേകത. നെക്സ്റ്റ്, 2 സൈഡഡ് എറേഴ്സ് ആണ്. 2 സൈഡിലും വരുന്ന എററുകളാണ്. ചില എറേഴ്സ് എന്ന് പറയുമ്പോൾ അത് 2 സൈഡിലും അതിൻ്റെ ഇഫക്റ്റ് ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ ട്രയൽ ബാലൻസ് ടാലി ആവും. ട്രയൽ ബാലൻസ് ടാലിയാണ്, ട്രയൽ ബാലൻസ് 2 സൈഡും ഈക്വൽ ആണ്, ഡെബിറ്റ് കോളവും ക്രെഡിറ്റ് കോളവും ഈക്വൽ എമൗണ്ട്സ് ആണ് ടോട്ടൽ വന്നത്, പക്ഷേ അതിനകത്ത് എറേഴ്സ് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരം എറേഴ്സ് ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, നമ്മൾ വൺ സൈഡ് എറർ പറഞ്ഞതുപോലെ വിച്ച് കനോട്ട് ബി ഡിസ്ക്ലോസ്ഡ് ബൈ ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസ് വെച്ച് നമുക്കൊരിക്കലും 2 സൈഡ് എറേഴ്സിനെ ഡിസ്ക്ലോസ് ചെയ്യാൻ കഴിയില്ല. കാരണം ട്രയൽ ബാലൻസ് ടാലിയാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നമുക്ക് ട്രയൽ ബാലൻസ് ഡിസഗ്രിമെൻ്റ് ഉണ്ട് എന്നുള്ള കാരണം കൊണ്ട് നമുക്ക് ഈ എറേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോൾ ഇങ്ങനെ വരുന്ന എറേഴ്സിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള 2 സൈഡ് എറേഴ്സ് സംഭവിക്കുന്നത്? ഒന്ന്, ഒമിറ്റിംഗ് ടു റെക്കോർഡ് എ ട്രാൻസാക്ഷൻ എൻറ്റയർലി ഇൻ സബ്സിഡിയറി ബുക്ക്. ഒരു ട്രാൻസാക്ഷനെ
സബ്സിഡിയറി ബുക്കിൽ തീരെ റെക്കോർഡ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ, സബ്സിഡിയറി ബുക്കിലോ ജേണലിലോ ഓക്കെ, ഒരു ട്രാൻസാക്ഷൻ ഫോർ എക്സാമ്പിൾ നമ്മൾ മിസ്റ്റർ എക്സ് എന്ന് പറയുന്ന ഒരു കസ്റ്റമർക്ക് കടമായിട്ട് ഗുഡ്സ് വിൽക്കുന്നു അല്ലേ, നമ്മൾ എന്ത് ചെയ്യണം? അതിനെ സെയിൽസ് ബുക്കിൽ നമ്മൾ എൻ്റർ ചെയ്യണം. പക്ഷേ ഈ ഒരു ട്രാൻസാക്ഷൻ സെയിൽസ് ബുക്കിൽ എൻ്റർ ചെയ്തിട്ടേ ഇല്ല. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ആ ട്രാൻസാക്ഷൻ എവിടെയും നമ്മുടെ ബുക്കിനകത്ത് വരില്ല, ട്രയൽ ബാലൻസ് ഒക്കെ ടാലി ആവും. പക്ഷെ അവിടെ എന്തുണ്ട്? ഒരു എറർ ഉണ്ട്. കാരണം മിസ്റ്റർ എക്സിൻ്റെ ഡെബിറ്റ് വരുന്ന ഒരു എമൗണ്ട് നമ്മുടെ ബുക്കിനകത്ത് റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടില്ല. ഒന്നാമത്തെ കേസ്. 2, റെക്കോർഡിംഗ് റോങ് എമൗണ്ട് ഇൻ ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി. ഇനി ഒറിജിനൽ എൻട്രി എന്ന് പറയുമ്പോൾ ജേണൽ അതല്ലെങ്കിൽ സബ്സിഡിയറി ബുക്കിൽ എമൗണ്ട് റെക്കോർഡ് ചെയ്യുമ്പോൾ എമൗണ്ട് തെറ്റിപ്പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു 1000 രൂപക്കാണ് ഗുഡ്സ് വിൽക്കുന്നത്, 100 രൂപയാണ് പകരമായിട്ട് ഒരു 0 വിട്ടുപോയി, 100 രൂപയാണ് അക്കൗണ്ടിൽ കാണിച്ചത്, ജേണലിൽ കാണിച്ചത്. ഈ 100 രൂപ തന്നെ നമ്മൾ ലെഡ്ജറിലേക്ക് എടുക്കും, ട്രയൽ ബാലൻസിലേക്ക് എടുക്കും അല്ലേ. അപ്പോൾ അതിനകത്ത് പ്രത്യേകിച്ച് എററും നമുക്ക് ട്രയൽ ബാലൻസ് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയില്ല. 3, പോസ്റ്റിംഗ് ആൻ എൻട്രി ഇൻ എ റോങ് അക്കൗണ്ട് ബട്ട് ഓൺ കറക്റ്റ് സൈഡ്. ഇനി ഒരു എൻട്രി റോങ് അക്കൗണ്ടിലാണ് പോസ്റ്റ് ചെയ്യുന്നത്, പക്ഷേ കറക്റ്റ് സൈഡിലാണ്. ഓക്കെ, ഇപ്പോൾ ഉദാഹരണം പറയാം, മിസ്റ്റർ എ എന്ന് പറയുന്ന ആൾക്കാണ് കടമായിട്ട് വിൽക്കുന്നത്, 1000 രൂപയുടെ ഗുഡ്സ് മിസ്റ്റർ എ കടമായിട്ട് വിൽക്കുന്നു. ഓക്കെ, പക്ഷെ നമ്മൾ എന്ത് ചെയ്തു? ഈ 1000 രൂപക്ക് മിസ്റ്റർ എക്ക് കടമായി വിറ്റത് എയുടെ അക്കൗണ്ടിന് പകരം ബിയുടെ അക്കൗണ്ടിലാണ് കാണിച്ചത്. ബി മറ്റൊരു കസ്റ്റമറാണ്, അപ്പോൾ ബിയും നമ്മൾ ഡെപ്റ്ററാണ്, എയും ഡെപ്റ്ററാണ്. എയും ബിയും ഡെപ്റ്ററാണ്. ബിയുടെ അക്കൗണ്ടിൽ വന്നാലും എയുടെ അക്കൗണ്ടിൽ വന്നാലും രണ്ടും ഒരു സൈഡിലാണ് വരിക അല്ലേ. അപ്പോൾ അതിൽ മിസ്റ്റേക്ക് ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ ഒരേ സൈഡിൽ തന്നെയാണ് എൻട്രി വന്നത്, പക്ഷേ അക്കൗണ്ട് മാറിപ്പോയി. അപ്പോൾ അക്കൗണ്ട് മാറിപ്പോയാലും ഒരേ സൈഡിൽ വന്നാൽ എന്താവും? ട്രയൽ ബാലൻസ് ടാലിയാവും. അപ്പോൾ അതാണ് മറ്റൊരു കേസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾ. എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾ ആണ് നമ്മൾ പിന്നെ ഡിസ്കസ് ചെയ്യും ഡീറ്റെയിൽ ആയിട്ട് എന്താണെന്നുള്ളത്. ദെൻ കോമ്പൻസേറ്റിംഗ് എറേഴ്സ്, അത് നമ്മൾ എന്താണെന്ന് ഡീറ്റെയിൽ എടുത്ത സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇതാണ് 2 സൈഡഡ് എറേഴ്സ് എന്ന് പറയുന്നത്. ട്രയൽ ബാലൻസ് ടാലി ആവാത്തത് കൊണ്ട് നമുക്ക് ടാലി ആയാലും അതിനകത്തുണ്ടായേക്കാവുന്ന എറേഴ്സാണ് 2 സൈഡഡ് എറേഴ്സ്. അതുകൊണ്ട് ട്രയൽ ബാലൻസിന് വെച്ച് ഡിസ്ക്ലോസ് ചെയ്യാനാവാത്ത എറേഴ്സാണ് 2 സൈഡഡ് എറേഴ്സ് എന്ന് പറയുന്ന എറേഴ്സ്. അതിൻ്റെ കാരണങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞതൊക്കെ തന്നെ. ഓക്കെ, നെക്സ്റ്റ്, ടൈപ്സ് ഓഫ് എറേഴ്സ്. നമ്മൾ അക്കൗണ്ടിങ് പോയിന്റ് ഓഫ് വ്യൂവിൽ എറേഴ്സിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുമ്പോൾ നമുക്ക് പ്രധാനമായിട്ട് 2 ടൈപ്പ് എറേഴ്സാണ് അതിനകത്തുള്ളത്. ക്ലറിക്കൽ എറേഴ്സും എറർ ഓഫ് പ്രിൻസിപ്പിളും. നമ്മൾ നേരത്തെ പറഞ്ഞ ഈ 1 സൈഡ് എറർ 2 സൈഡ് എറർ എന്നൊക്കെ പറഞ്ഞ എറേഴ്സ് തന്നെയാണ് ഇതിനകത്ത് വരുന്നത്. ഓക്കെ, നമ്മൾ വേറെ രീതിയിൽ തന്നെ ക്ലാസിഫൈ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. അപ്പോൾ എറേഴ്സ് നമുക്ക് ക്ലറിക്കൽ എറേഴ്സും ഉണ്ട്, എറർ ഓഫ് പ്രിൻസിപ്പിളും ഉണ്ട്. ക്ലറിക്കൽ എറേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ ആ വേർഡിനകത്ത് മീനിങ് ഉണ്ട് അല്ലേ. ക്ലറിക്കലായിട്ട് വരുന്ന മിസ്റ്റേക്സ് ആണ്. അത് അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെൻറ്റിലെ ക്ലർക്കുമാർക്ക് സംഭവിക്കുന്ന ക്ലറിക്കൽ എറേഴ്സ് ആണ് ഒന്നാമത്തത്. അത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എമൗണ്ട് റെക്കോർഡ് ചെയ്യുന്ന സമയത്തോ പോസ്റ്റ് ചെയ്യുന്ന സമയത്തോ ബാലൻസ് ചെയ്യുന്ന സമയത്തോ ഒക്കെ സംഭവിച്ചേക്കാവുന്ന ക്ലറിക്കൽ മിസ്റ്റേക്സ് ആണ് ഒന്നാമത്തെ എറർ. രണ്ടാമത് എറർ ഓഫ് പ്രിൻസിപ്പിൾ ആണ്. അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിൻ്റെ വയലേഷൻ കൊണ്ടുണ്ടാകുന്ന എററാണ്. അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ അനുസരിച്ച് കൊണ്ടല്ലാതെ എൻട്രീസ് റെക്കോർഡ് ചെയ്യുകയോ ട്രാൻസാക്ഷനെ പോസ്റ്റ് ചെയ്ത സമയത്തൊക്കെ ഉണ്ടാകുന്ന എററാണ് എറർ ഓഫ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ബ്രോഡ്ലി നമുക്ക് 2 കാറ്റഗറിയാണുള്ളത്, ക്ലറിക്കൽ എറേഴ്സും എറർ ഓഫ് പ്രിൻസിപ്പിളുമാണ്. ക്ലറിക്കൽ എറേഴ്സ് നമുക്ക് വീണ്ടും 3 കാറ്റഗറൈസ് ചെയ്യാം. എറർ ഓഫ് കമ്മീഷൻ, എറർ ഓഫ് ഒമിഷൻ ആൻഡ് കോമ്പൻസേറ്റിംഗ് എറേഴ്സ്. കമ്മീഷൻ, ഒമിഷൻ ആൻഡ് കോമ്പൻസേറ്റിംഗ് എറേഴ്സ്. ഈ എറർ ഓഫ് ഒമിഷൻ തന്നെ വീണ്ടും നമുക്ക് 2 കാറ്റഗറൈസ് ചെയ്യാം, കംപ്ലീറ്റ് ഒമിഷൻ ആൻഡ് പാർഷ്യൽ ഒമിഷൻ. അപ്പോൾ നമ്മൾ എറേഴ്സിനെ broadly we have 2 types, clerical errors and error of principle. Clerical errors may be error of commission, error of omission and or compensating errors. Error of omission may be either complete omission or partial omission. നമുക്ക് ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്യാൻ എന്തൊക്കെയാണ് ഇതെന്നുള്ളത്. അപ്പോൾ അത് നമ്മൾ ക്ലറിക്കൽ എറേഴ്സിൽ പറയുന്ന കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഒന്ന് എറർ ഓഫ് കമ്മീഷൻ ആണ്. എറർ ഓഫ് കമ്മീഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? These errors may or may not be disclosed by trial balance. ട്രയൽ ബാലൻസ് വെച്ചുകൊണ്ട് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്നതും അല്ലാത്തതുമായ എറേഴ്സ് ആണ് എറർ ഓഫ് കമ്മീഷൻ. ചില സമയങ്ങളിൽ നമുക്ക് ട്രയൽ ബാലൻസ് നോക്കിയാൽ എറർ ഓഫ് കമ്മീഷൻ ഐഡന്റിഫൈ ചെയ്യാൻ കഴിയും. മറ്റു ചില സമയങ്ങളിൽ ട്രയൽ ബാലൻസ് നോക്കിയാലും ഐഡന്റിഫൈ ചെയ്യാനാവാത്ത എററാണ് എറർ ഓഫ് കമ്മീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ട്രയൽ ബാലൻസ് ടാലി ആയാലും
ടാലി ആയിട്ടില്ലെങ്കിലും വരാവുന്ന എറേഴ്സാണ് എറർ ഓഫ് കമ്മീഷൻ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് എറർ ഓഫ് കമ്മീഷൻ ഉണ്ടാകുന്നത്? എറേഴ്സ് ഡ്യൂ ടു റോങ് എൻട്രി ഇൻ ഒറിജിനൽ റെക്കോർഡ്. ഒറിജിനൽ റെക്കോർഡിൽ റോങ് എൻട്രി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ജേണലിലേക്ക് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് എൻട്രി തെറ്റിപ്പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ട്രയൽ ബാലൻസ് അത് വെച്ചിട്ട് ടാലി ആവാതിരിക്കാം. എന്താണെങ്കിലും അത് എറർ ഓഫ് കമ്മീഷനാണ്. എറർ ഉണ്ടാവട്ടെ. പോസ്റ്റിംഗ് ആൻ എൻട്രി കറക്റ്റ്ലി ബട്ട് വിത്ത് റോങ് എമൗണ്ട്. ഇനി എൻട്രി കറക്റ്റാണ്, പക്ഷെ അതിൻ്റെ എമൗണ്ട് തെറ്റാണ്, അല്ലേ? ട്രയൽ ബാലൻസ് ടാലി ആവാതിരിക്കാം. റോങ് ബാലൻസിങ് ഓഫ് അക്കൗണ്ട് തെറ്റായിട്ട് അക്കൗണ്ട് ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലേ, അത് വൺ സൈഡ് എററായിട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള എററാണ്. റോങ് ടോട്ടലിംഗ് ആൻഡ് റോങ് ക്യാരി ഫോർവേഡ്. നമ്മൾ അക്കൗണ്ട് ടോട്ടൽ ചെയ്യുന്ന സമയത്തോ അതല്ലെങ്കിൽ അടുത്ത വർഷങ്ങളിലേക്ക് അതിനെ ക്യാരി ഫോർവേഡ് ചെയ്യുന്ന സമയത്തോ ഒക്കെ വരാകുന്ന എറേഴ്സാണ്. തെറ്റായിട്ട് ഈ എമൗണ്ട് ക്യാരി ഫോർവേഡ് ചെയ്യുകയോ തെറ്റായി ടോട്ടൽ ചെയ്യുന്ന സമയത്ത് ഉണ്ടായേക്കാവുന്ന എററാണ് എറർ ഓഫ് കമ്മീഷൻ. അപ്പോൾ ഇത് ചില എക്സാമ്പിൾസ് മാത്രമാണ്. അപ്പോൾ ഇതാണ് എറർ ഓഫ് കമ്മീഷൻ എന്ന് പറയുന്നത്. എറർ ഓഫ് കമ്മീഷൻ ചില എറേഴ്സ് നമുക്ക് ട്രയൽ ബാലൻസിന് ടാലി ആവാത്തത് കാരണം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ചില എറേഴ്സ് ട്രയൽ ബാലൻസ് ടാലി ആയാലും അതിനകത്ത് ഉണ്ടാവും. അപ്പോൾ ഇതാണ് എറർ ഓഫ് കമ്മീഷൻ എന്ന് പറയുന്ന ഒന്നാമത്തെ കേസ്. രണ്ടാമത്തെ കേസ് എറർ ഓഫ് ഒമിഷൻ ആണ്. എ ട്രാൻസാക്ഷൻ ഇസ് കംപ്ലീറ്റ്ലി ഓർ പാർഷ്യലി ഒമിറ്റഡ് ഫ്രം ദി ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. ഒരു ട്രാൻസാക്ഷനെ പൂർണ്ണമായിട്ടോ ഭാഗികമായിട്ടോ നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ നിന്ന് ഒമിറ്റ് ചെയ്താൽ, നമ്മൾ ചേർക്കാൻ വിട്ടുപോയി കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ട്രാൻസാക്ഷനുകൾ ചിലപ്പോൾ അത് തീരെ ആയ എൻട്രി നമ്മുടെ ബുക്കിനകത്ത് എവിടെയും റെക്കോർഡ് ചെയ്യാതെ വിട്ടുപോകുന്ന കേസ് ഉണ്ടാവാം. അതല്ലെങ്കിൽ അതിൻ്റെ ഒരു സൈഡ് നമ്മൾ റെക്കോർഡ് ചെയ്ത് മറ്റൊരു സൈഡ് റെക്കോർഡ് ചെയ്യപ്പെടുന്നില്ല, അങ്ങനെയുള്ള കേസ് ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് വരാവുന്ന എറേഴ്സാണ് എറർ ഓഫ് ഒമീഷൻ എന്ന് പറയുന്നത്. വിട്ടുപോകുന്ന കാരണമായിട്ട് എമൗണ്ട് ചേർക്കാൻ വിട്ടുപോകുന്നതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന എറേഴ്സാണ്. അപ്പോൾ കംപ്ലീറ്റ് ഒമീഷൻ എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥം? തീരെ ഒരു ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്നേ ഇല്ല. ഒരു ഉദാഹരണം പറയാം. മിസ്റ്റർ എ എന്ന് പറയുന്ന സപ്ലയറിൽ നിന്ന് 10,000 റുപ്പീസിൻ്റെ ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നു. 10,000 രൂപക്ക് മിസ്റ്റർ എയിൽ നിന്ന് കടമായിട്ട് ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നു. ജേണൽ എൻട്രി എങ്ങനെ വരണം? പർച്ചേസസ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു മിസ്റ്റർ എ. ഈ എൻട്രി നമ്മൾ തീരെ റെക്കോർഡ് ചെയ്യുന്നേ ഇല്ല. അപ്പോൾ പർച്ചേസ് അക്കൗണ്ടിലും അത്ര എമൗണ്ടിൻ്റെ കുറവുണ്ടാകും, അതുപോലെ തന്നെ മിസ്റ്റർ എയുടെ അക്കൗണ്ടിലും ഈ എമൗണ്ടിന് കുറവുണ്ടാകും. എന്നാൽ ഈ രണ്ട് എമൗണ്ടും എവിടെയും റെക്കോർഡ് ചെയ്യപ്പെടാത്തത് കൊണ്ട് ട്രയൽ ബാലൻസ് ടാലി ആവും. കാരണം പർച്ചേസ് അക്കൗണ്ടിലും ഇതിൻ്റെ ഇഫക്റ്റ് വരുന്നില്ല, അതുപോലെ തന്നെ എയുടെ അക്കൗണ്ടിലും ഇഫക്റ്റ് വരുന്നില്ല. അതുകൊണ്ട് ട്രയൽ ബാലൻസ് ടാലി ആവും. ഇനി പാർഷ്യൽ ഒമിഷൻ എന്ന് പറയുമ്പോൾ അർത്ഥം നമ്മൾ അതിൻ്റെ എല്ലാ ആസ്പെക്റ്റും റെക്കോർഡ് ചെയ്യപ്പെടാതിരിക്കുന്നില്ല, ഒരു ആസ്പെക്റ്റ് പാർഷ്യലി റെക്കോർഡ് ചെയ്യുന്നു, പാർഷ്യലി ഒമിറ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ എക്സാമ്പിൾ തന്നെ നോക്കാം. മിസ്റ്റർ എയിൽ നിന്ന് റുപ്പീസ് 10,000 ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ ജേണൽ എൻട്രി പർച്ചേസസ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു മിസ്റ്റർ എ അക്കൗണ്ട് എന്നാണ്, അല്ലേ? അതിൽ പർച്ചേസസ് അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്തു? പർച്ചേസ് അക്കൗണ്ടിലേക്ക് നമ്മൾ അതിനെ പോസ്റ്റ് ചെയ്തു. പക്ഷേ മിസ്റ്റർ എ അക്കൗണ്ട് എന്ത് ചെയ്തിട്ടില്ല? മിസ്റ്റർ എയുടെ അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ആ ജേണലിനകത്തുള്ള ഒരു ഭാഗം പാർഷ്യലി റെക്കോർഡ് ചെയ്തു, പാർഷ്യലി ഒമിറ്റ് ചെയ്തു. അങ്ങനെയാകുമ്പോൾ എന്ത് സംഭവിക്കും? പർച്ചേസ് അക്കൗണ്ട് നമ്മൾ പോസ്റ്റ് ചെയ്തതുകൊണ്ട് 10,000 രൂപ പർച്ചേസ് അക്കൗണ്ടിൽ വന്നിട്ടുണ്ടാവും എന്ന് പറയുമ്പോൾ ഡെബിറ്റ് സൈഡിൽ കൃത്യമായിട്ടുള്ള എമൗണ്ട് വന്നിട്ടുണ്ടാവും. എന്നാൽ മിസ്റ്റർ എയുടെ ക്രെഡിറ്റ് റുപ്പീസ് 10,000 കൊടുക്കാത്തത് കൊണ്ട് ക്രെഡിറ്റ് സൈഡ് റുപ്പീസ് 10,000 ഡിഫറൻസ് വരും. അപ്പോൾ ട്രയൽ ബാലൻസ് ടാലി ആവാതെ വരും. അപ്പോൾ പാർഷ്യൽ ഒമിഷൻ ആകുമ്പോൾ ട്രയൽ ബാലൻസ് ടാലി ആവില്ല, പക്ഷെ കംപ്ലീറ്റ് ഒമിഷൻ ആകുമ്പോൾ ട്രയൽ ബാലൻസിൻ്റെ രണ്ട് സൈഡും ഈക്വൽ ആവും. അതാണ് എറർ ഓഫ് ഒമിഷൻ എന്ന് പറയുന്ന കേസ്. ദെൻ തേർഡ് എറർ കോമ്പൻസേറ്റിംഗ് എറേഴ്സ് ആണ്. കോമ്പൻസേറ്റിംഗ് എറേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണെന്നുള്ളതാണ്. The effect of an error in one account is cancelled by the effect of one or more errors in some other account or accounts. അതായത് ഏതെങ്കിലും ഒരു അക്കൗണ്ടിൽ വരുന്ന എറർ, ഒരു അക്കൗണ്ടിൽ എറർ സംഭവിച്ചു. അക്കൗണ്ട് എറർ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സൈഡും ടാലി ആവില്ല, അല്ലേ? എറർ സംഭവിച്ചു. പക്ഷേ ഈ എററിനെ മറ്റു എറേഴ്സ് കൊണ്ട് കോമ്പൻസേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ സാധാരണ ഒരു എറർ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈഡിൽ ഒരു എറർ സംഭവിക്കുക എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം? ആ സൈഡിലെ എമൗണ്ട് കുറഞ്ഞു പോവുകയോ കൂടിപ്പോവുകയോ ചെയ്യും, അല്ലേ? എന്നാൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വേറെ ചില എറർ സംഭവിച്ചിട്ട് എന്ത് ചെയ്യാണ്? രണ്ട് സൈഡും ഈക്വലായി പോവുകയാണ്. അപ്പോൾ ഒരു എററിൻ്റെ ഇഫക്റ്റിനെ
ഒന്നോ അതിൽ കൂടുതലോ എറർ കൊണ്ട് കോമ്പൻസേറ്റ് ചെയ്യുന്ന, അതിനെ ഇല്ലാതെയാക്കുന്ന തരത്തിലുള്ള എറേഴ്സിനെയാണ് കോമ്പൻസേറ്റിംഗ് എറേഴ്സ് എന്ന് പറയുക. ഇവിടെ ട്രയൽ ബാലൻസ് ടാലി ആവും. കാരണം ട്രയൽ ബാലൻസിനകത്ത് ടാലി ആവും. കാരണം ഒരു സൈഡിൽ വരുന്ന എററിനെ മറ്റു ചില എറർ കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, മറ്റു സൈഡിൽ അതിനെ ഈക്വൽ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ട്രയൽ ബാലൻസ് ടാലി ആവും, പക്ഷേ എറർ അവിടെ കണ്ടിന്യൂ ചെയ്യും. ഒരു എക്സാമ്പിൾ കൊടുത്ത് കാണാം. മിസ്റ്റർ എ അക്കൗണ്ട് ഈസ് ഡെബിറ്റഡ് വിത്ത് ₹670 instead of ₹760 and sales account is credited with ₹450 instead of ₹540. എന്താ പറയുന്നത്? ഇവിടെ മിസ്റ്റർ എ എന്ന് പറയുന്ന ഒരു കസ്റ്റമറുടെ അക്കൗണ്ട് അവിടെ ഡെബിറ്റ് ചെയ്തിട്ടുള്ളത് 670 രൂപയാണ്. ഡെബിറ്റ് ചെയ്യേണ്ടിയിരുന്നത് 760 രൂപയാണ്. അപ്പോൾ 760 രൂപയുടെ ഗുഡ്സ് ആണ് മിസ്റ്റർ എക്ക് വിറ്റത്. അപ്പോൾ 760 രൂപ മിസ്റ്ററുടെ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യേണ്ടിയിരുന്നു. പക്ഷേ അതിന് പകരം 760 എന്നുള്ളതിൽ 7ഉം 6ഉം മിസ്പ്ലേസ് ആയിപ്പോയി, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി. എങ്ങനെ വന്നു? 670 ഡെബിറ്റ് ചെയ്തത്. അപ്പോൾ 760 എന്ന് പറയുന്ന എമൗണ്ട് മിസ്റ്റർ എ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യേണ്ടടുത്ത് 670 എന്ന രീതിയിൽ റോങ് ആയിട്ട് ആ എമൗണ്ട് ഡെബിറ്റ് ചെയ്തു. എന്താണ്? മിസ്റ്റേക്ക് ആണ് അല്ലേ? എന്നാൽ അതേപോലെ തന്നെ സെയിൽസ് അക്കൗണ്ട് ഇസ് ക്രെഡിറ്റഡ് വിത്ത് ₹450 ഇൻസ്റ്റെഡ് ഓഫ് ₹540. ഇവിടെ സെയിൽസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആണ് വരുന്നത്. നമുക്ക് എല്ലാവരും സെയിൽസ് അക്കൗണ്ട് ക്രെഡിറ്റ് വരുന്ന അക്കൗണ്ടാണ്. സെയിൽസ് അക്കൗണ്ടിൽ 540 രൂപ ക്രെഡിറ്റ് ചെയ്യേണ്ട സ്ഥാനത്ത് 450 രൂപയാണ് ക്രെഡിറ്റ് ചെയ്തത്. അപ്പോൾ സെയിൽസ് അക്കൗണ്ട് എന്ത് സംഭവിച്ചു? ക്രെഡിറ്റിന്റെ എമൗണ്ട് കുറഞ്ഞു പോയി. കാരണം സെയിൽസ് അക്കൗണ്ടിൽ 540 രൂപയാണ് കാണിക്കേണ്ടി ഇരുന്നത്. അത്രയും എമൗണ്ട് കാണിക്കേണ്ടതിന് പകരം 450 രൂപയെ കാണിച്ചിട്ടുള്ളൂ. ഇതെങ്ങനെയാണ് കോമ്പൻസേറ്റിംഗ് എറർ ആവുന്നത്? ഇവിടെ നമുക്ക് നോക്കിയാൽ ഒറ്റയ്ക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെ എ അക്കൗണ്ട് എന്ന് പറഞ്ഞ ഡെബിറ്റ് സൈഡിൽ വരുന്ന അക്കൗണ്ടാണ്. ഡെബിറ്റ് സൈഡിൽ 760 പകരം 670 രൂപയാണ് വന്നത് അല്ലേ? അപ്പോൾ 760 മൈനസ് 670 എന്ന് പറയുമ്പോൾ 90 രൂപ എന്ത് സംഭവിച്ചു? ഡെബിറ്റ് സൈഡിൽ 90 രൂപ കുറഞ്ഞു പോയി അല്ലേ? ക്രെഡിറ്റ് സൈഡിൽ എന്താ സംഭവിക്കുന്നത്? 540 രൂപക്ക് പകരം 450 രൂപയാണ് ക്രെഡിറ്റ് വന്നത്. 540 മൈനസ് 450, 90 രൂപ ക്രെഡിറ്റിലും കുറഞ്ഞു പോയി. അപ്പോൾ രണ്ട് അക്കൗണ്ടിൽ എറർ സംഭവിച്ചപ്പോൾ രണ്ടും രണ്ട് സൈഡിൽ വരുന്ന അക്കൗണ്ടിലായിരുന്നു. പക്ഷേ രണ്ടിൻ്റെയും ഈക്വൽ എമൗണ്ട് ആണ് അവിടെ കുറഞ്ഞു പോയത്. ഡെബിറ്റും 90 രൂപ കുറഞ്ഞു പോയി, ക്രെഡിറ്റും 90 രൂപ കുറഞ്ഞു പോയി. എന്ത് സംഭവിക്കും? ഓട്ടോമാറ്റിക്കലി ട്രയൽ ബാലൻസ് ടാലി ആവും അല്ലേ? നമുക്ക് ചെറിയ എക്സാമ്പിൾ നോക്കാം. ഇത് കറക്റ്റ് എൻട്രി വരേണ്ടിയിരുന്നത് ഇങ്ങനെയായിരുന്നു. അതായത് കറക്റ്റ് എൻട്രി വരേണ്ടത് മിസ്റ്റർ എ അക്കൗണ്ടിൽ 760 എന്ന് പറയുന്ന എമൗണ്ട് ആണ് വരേണ്ടിയിരുന്നത്. അതുപോലെ തന്നെ സെയിൽസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ ബൈ ക്യാഷ് 540 എന്ന് പറയുന്ന എമൗണ്ട് ആണ് വരേണ്ടിയിരുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോൾ ട്രയൽ ബാലൻസിൽ എങ്ങനെയാണ് ഇത് വരിക? നമ്മൾ നോക്കുക, മറ്റു അക്കൗണ്ട്സ് ഒക്കെ ഉണ്ട്. ട്രയൽ ബാലൻസ് എന്ന് പറയുമ്പോൾ വെറും എ അക്കൗണ്ടും സെയിൽസ് അക്കൗണ്ടും മാത്രമല്ലല്ലോ, വേറെയും അക്കൗണ്ട്സ് ഉണ്ടാവുമല്ലോ അല്ലേ? അപ്പോൾ അതിനകത്ത് മറ്റു അക്കൗണ്ട്സ് ഡെബിറ്റ് സൈഡിൽ മൊത്തം മറ്റ് അക്കൗണ്ട്സ് 240 രൂപയുണ്ട്. ക്രെഡിറ്റ് സൈഡിൽ മറ്റ് അക്കൗണ്ട്സ് 460 രൂപയുണ്ട്. മറ്റ് അക്കൗണ്ട്സ് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ രണ്ട് അക്കൗണ്ട് നോക്കാം. മിസ്റ്റർ എ അക്കൗണ്ടിൽ 760 രൂപ ഡെബിറ്റ് സൈഡിൽ വരണം അല്ലേ? നമ്മൾ ആ എമൗണ്ട് കൊടുത്തു, 760 രൂപ കൊടുത്തു. ഓക്കെ, അതുപോലെ തന്നെ സെയിൽസ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ ക്രെഡിറ്റ് ആണ്, 540 രൂപയാണ് വരേണ്ടത്. 540 രൂപ നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ സെയിൽസിലും കൊടുത്തു. ടോട്ടലിയും എന്ത് വരും? 240 പ്ലസ് 760 1000 രൂപ, 460 പ്ലസ് 540 1000 രൂപ. അപ്പോൾ ഇത് ശരിക്കും ഈ എൻട്രി റെക്കോർഡ് ചെയ്യുകയായിരുന്നെങ്കിൽ ട്രയൽ ബാലൻസ് ഇങ്ങനെയാണ് വരുമായിരുന്നത്. മനസ്സിലായല്ലോ? എ അക്കൗണ്ടിൽ 760 റുപ്പീസ് ഡെബിറ്റ് ചെയ്തു, കൃത്യമായി ഡെബിറ്റ് ചെയ്തു. സെയിൽസ് അക്കൗണ്ടിൽ 540 റുപ്പീസ് കൃത്യമായി ക്രെഡിറ്റും കൊടുത്തു. അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ ഈ ട്രയൽ ബാലൻസിന് ടോട്ടൽ എമൗണ്ട് രണ്ട് സൈഡിലും 1000 രൂപ വീതം വരും. കറക്റ്റാണ്, ടാലിയാണ്. എന്നാൽ നമ്മൾ ചെയ്തത് എന്താണ്? റോങ് ആയിട്ട് എങ്ങനെ ചെയ്തു? റോങ് എൻട്രി നോക്കി നമുക്ക് കാണാൻ പറ്റും. മിസ്റ്റർ എ അക്കൗണ്ടിൽ അല്ലേ, നമ്മൾ തൊട്ട് മുമ്പുള്ള സൈഡ് നോക്കി കാണാൻ പറ്റും. 760 എന്ന് പറയുന്ന എമൗണ്ട് ആണ് ഡെബിറ്റ് സൈഡിൽ വരേണ്ടിയിരുന്നത്. പക്ഷെ റോങ് ആയിട്ട് എന്ത് ചെയ്തു? അത് 670 ആയിട്ടാണ് കൊടുത്തത് അല്ലേ? അതേപോലെ സെയിൽസ് അക്കൗണ്ടിൽ ഇവിടെ 540 റുപ്പീസ് ആണ് ക്രെഡിറ്റ് വരേണ്ടിയിരുന്നത്. എന്നാൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? സെയിൽസ് അക്കൗണ്ടിൽ ബൈ ക്യാഷ് 450 ആണ് കൊടുത്തത്. ഓക്കെ, അപ്പോൾ റോങ് ആയുള്ള ട്രയൽ ബാലൻസ് എങ്ങനെയാണ് വന്നിട്ടുണ്ടാവുക നമുക്ക് നോക്കാം. നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ ഡെബിറ്റ് സൈഡിൽ മറ്റു അക്കൗണ്ട്സിന്റെ ബാലൻസ് 240 റുപ്പീസ് ഉണ്ട്.
ക്രെഡിറ്റ് സൈഡിൽ മറ്റു അക്കൗണ്ട്സിന്റെ ബാലൻസ് 460 റുപ്പീസും ഉണ്ട്. ഓക്കെ, അതവിടെ കിടക്കട്ടെ. നമ്മുടെ ഈ രണ്ട് അക്കൗണ്ടും ഈ രണ്ട് റോങ് ആയിട്ടുള്ള എൻട്രിയും വന്ന അക്കൗണ്ട് എങ്ങനെയാണ് നമ്മൾ ഇതിലേക്ക് പോസ്റ്റ് ചെയ്യുമ്പോൾ ട്രയൽ ബാലൻസിനെ ബാധിക്കുന്നത് നോക്കാം. അപ്പോൾ മിസ്റ്റർ എ അക്കൗണ്ട് 670 ആണ് മിസ്റ്റർ എയുടെ അക്കൗണ്ടിൽ ഡെബിറ്റ് വന്നത്. നമ്മൾ 670 ഇവിടെ കൊടുത്തു. മനസ്സിലാക്കേണ്ട കാര്യം, ഈ 670 എന്ന് പറഞ്ഞ എമൗണ്ട് റോങ് ആണ് അല്ലേ. 760 എന്ന എമൗണ്ട് പകരമാണ് 670 വന്നത്. നമ്മൾ റോങ് ആയിട്ട് അത് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്തത് കൊണ്ട് റോങ് ആയി ട്രയൽ ബാലൻസിലേക്കും ആ എമൗണ്ട് റെക്കോർഡ് ചെയ്യപ്പെടേണ്ടി വരികയാണ് അല്ലേ. ഇനി സെയിൽസ് അക്കൗണ്ട് ഇതേപോലെ തന്നെ 450 എന്ന് പറയുന്ന എമൗണ്ടാണ് സെയിൽസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ഉള്ളത്. നമ്മൾ സെയിൽസ് അക്കൗണ്ട് ക്രെഡിറ്റ് ട്രയൽ ബാലൻസിനകത്ത് 450 എന്ന് കൊടുത്തു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് 540 എന്ന എമൗണ്ട് ആയിരുന്നു, പക്ഷെ അത് റോങ് ആയിട്ട് 450 ആയിട്ട് കൊടുത്തതാണ്. ഓക്കെ, ഇനി നമ്മൾ ട്രയൽ ബാലൻസ് ടോട്ടൽ നോക്കുക. 240 പ്ലസ് 670 റുപ്പീസ് 910 ടോട്ടൽ. 460 പ്ലസ് 450 റുപ്പീസ് 910 ടോട്ടൽ. ടോട്ടൽ രണ്ട് ഈക്വൽ ആണ്. അപ്പോൾ രണ്ട് എറർ സംഭവിച്ചിട്ടും ട്രയൽ ബാലൻസ് ടോട്ടൽ ഈക്വൽ ആയി നിൽക്കുകയാണ്. ഡിഫറൻസ് ഒന്നും, രണ്ട് സൈഡും ഈക്വൽ ആയിട്ടുള്ള എമൗണ്ട് ആണ് വരുന്നത് അല്ലേ. അപ്പോൾ ഇതൊരു 2 സൈഡ് എററിന് എക്സാമ്പിൾ ആണ് അല്ലേ. കാരണം രണ്ട് എറർ, അതിപ്പോൾ ഇതിനകത്ത് പറയാനുള്ള കാരണം ഇതാണ്, ഒരു സൈഡിൽ എറർ വന്നപ്പോൾ അതേ എമൗണ്ടിന്റെ എറർ മറ്റ് സൈഡിലും വന്നു. അതിലിപ്പോൾ ഒരു അക്കൗണ്ട് ഉണ്ടാവാം, ഒന്നിൽ കൂടുതൽ അക്കൗണ്ട് ഉണ്ടാവാം. അപ്പോൾ ഒരു സൈഡിൽ സംഭവിക്കുന്ന ഒരു എററിനെ മറ്റൊരു സൈഡിലുള്ള ഒന്നോ അതിൽ കൂടുതലോ അക്കൗണ്ടുകളുടെ കമ്പൈൻഡ് ഇഫക്റ്റിന്റെ ഫലമായിട്ട് അതിനെ കോമ്പൻസേറ്റ് ചെയ്യപ്പെടുന്ന എറേഴ്സ് ആണ് കോമ്പൻസേറ്റിംഗ് എറേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം എറേഴ്സ് നമുക്ക് ഒരിക്കലും ട്രയൽ ബാലൻസ് നോക്കിയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയില്ല. കാരണം ട്രയൽ ബാലൻസ് ഇവിടെയും ഈക്വൽ ആവും. അതാണ് കോമ്പൻസേറ്റിംഗ് എറേഴ്സ് എന്ന് പറയുന്നത്. അടുത്ത ക്ലാസിഫിക്കേഷൻ എറർ ഓഫ് പ്രിൻസിപ്പിൾ ആണ്. എറർ ഓഫ് പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പോൾ ഇറ്റ് അറൈസസ് വെൻ എ ട്രാൻസാക്ഷൻ ഈസ് റെക്കോർഡ് ഇൻ കോൺട്രാവെൻഷൻ ഓഫ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ്. അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസിന് വിരുദ്ധമായിട്ട് നമ്മൾ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന എററാണ് എറർ ഓഫ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് കുറെ നമ്മൾ പഠിക്കുന്നുണ്ട്. നമ്മൾ അക്കൗണ്ടിംഗ് കുറെ പോളിസീസ് പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ ഈ അക്കൗണ്ടിംഗ് പോളിസീസ് അനുസരിച്ച് കൊണ്ടല്ലാതെ അത് വയലേറ്റ് ചെയ്തുകൊണ്ട് ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുമ്പോഴാണ് ഈ എറർ ഓഫ് പ്രിൻസിപ്പിൾ ഉണ്ടാവുക. ഒരു ഉദാഹരണം ഞാൻ പറയാം. സാധാരണഗതിയിൽ നമ്മൾ ഒരു ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്, ക്യാരിയേജ് ഇൻവേർഡ് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ബിസിനസ്സിലേക്ക് ഇങ്ങോട്ട് സാധനം കൊണ്ടുവരാൻ വേണ്ടി വരുന്ന ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്, അത് ബിസിനസ്സിന്റെ ഒരു എക്സ്പെൻസ് ആണ് അല്ലേ. എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ നോമിനൽ അക്കൗണ്ട് ആണ്. നമ്മൾ അതിനെ എക്സ്പെൻസ് ആയിട്ടാണ് കാണിക്കുക. നമ്മൾ അതെന്ത് കാണിക്കും? ക്യാരിയേജ് ഇൻവേർഡ് അക്കൗണ്ട് എന്നോ ട്രാൻസ്പോർട്ടേഷൻ എക്സ്പെൻസസ് എന്നോ ഒരു അക്കൗണ്ടാണ് നമ്മൾ എമൗണ്ട് കൊടുക്കുക. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഗുഡ്സ് വാങ്ങിക്കുന്ന സമയത്ത് ഒരു 1000 രൂപ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് വന്നു. എങ്ങനെ എൻട്രി കൊടുക്കും? ട്രാൻസ്പോർട്ടേഷൻ എക്സ്പെൻസസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്, അല്ലെങ്കിൽ ക്യാരിയേജ് ഇൻവേർഡ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് ₹1000. നമ്മൾ ഇങ്ങനെയാണ് എൻട്രി കൊടുക്കുക അല്ലേ. കറക്റ്റ് എൻട്രിയാണ്. അതേ സമയത്ത് ഒരു അസറ്റ് വാങ്ങുന്ന സമയത്ത്, ഫോർ എക്സാമ്പിൾ ഒരു മെഷീനറി വാങ്ങുകയാണ്. 50,000 രൂപ വിലയുള്ളൊരു മെഷീനറി പർച്ചേസ് ചെയ്യുന്നു. ആ മെഷീനറി പർച്ചേസ് ചെയ്യുന്ന ആ മെഷീനറി നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിലേക്ക് കൊണ്ടുവരണം, നമ്മുടെ പ്ലാന്റിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ അതിനുവേണ്ടി 1000 രൂപ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കൊടുത്തു. നമ്മൾ എൻട്രി എങ്ങനെ പാസ് ചെയ്യും? ഇതും ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് തന്നെയാണ്. നമ്മൾ ആദ്യം പറഞ്ഞ ഗുഡ്സ് വാങ്ങുന്ന സമയത്തുനിന്ന് 1000 രൂപയും ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ആണ്. ഈ മെഷീൻ വാങ്ങുന്ന സമയത്ത് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റും എന്താണ്? അതും എക്സ്പെൻസ് തന്നെയാണ് അല്ലേ. പക്ഷെ വ്യത്യാസമുണ്ട്. നമ്മൾ ഗുഡ്സ് വാങ്ങുന്ന സമയത്തോ ഗുഡ് സെയിൽ ചെയ്യുന്ന സമയത്തോ വരുന്ന എക്സ്പെൻസ് എന്ന് പറയുന്നത് എന്താണ്? ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എന്ന് പറയുന്നതൊക്കെ തന്നെ അത് എക്സ്പെൻസ് തന്നെയാണ്, നോമിനൽ അക്കൗണ്ട് തന്നെയാണ്. പക്ഷേ ഒരു അസറ്റ് വാങ്ങുന്ന സമയത്ത് വരുന്ന എക്സ്പെൻസ് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? അതിനെ നമ്മൾ ഒരു പ്രത്യേക എക്സ്പെൻസ് ആയി കണക്കാക്കാൻ പാടില്ല. പകരം ആ എമൗണ്ടിന് നമ്മൾ എന്ത് ചെയ്യണം? ആ അസറ്റിന്റെ കോസ്റ്റിന്റെ കൂടെ കൂട്ടിയിട്ടാണ് എൻ്റർ ചെയ്യേണ്ടത്. എന്ന് പറഞ്ഞാൽ 50,000 രൂപയുടെ മെഷീനറി പർച്ചേസ് ചെയ്യുമ്പോൾ എന്താണ് എൻട്രി വരേണ്ടത്? ശരിക്ക് മെഷീനറി അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് എന്നാണ് എൻട്രി വരേണ്ടത് അല്ലേ. 1000 രൂപ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് വരുമ്പോൾ സാധാരണ എൻട്രി വരുന്നത് എങ്ങനെയാണ്? ട്രാൻസ്പോർട്ടേഷൻ എക്സ്പെൻസസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് ₹1000. പക്ഷേ ഒരു അസറ്റ് വാങ്ങുന്ന സമയത്താകുമ്പോൾ നമ്മൾ ആ അസറ്റ് വാങ്ങുന്നത് മുതൽ അത് നമ്മളതിന് ഉപയോഗിക്കാൻ കഴിയുന്ന കണ്ടീഷൻ ആകുന്നവരെ എന്ത് എക്സ്പെൻസ് വന്നു കഴിഞ്ഞാലും, രജിസ്ട്രേഷൻ കോസ്റ്റ് ആകാം, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ആകാം, ഇൻസ്റ്റാളേഷൻ കോസ്റ്റ് ആകാം, അതുപോലെ തന്നെ അതിന്റെ ഇമ്മീഡിയറ്റ് റിപ്പയറിംഗ് ചാർജുകളാവാം. ഇങ്ങനെ വരുന്ന എല്ലാ എക്സ്പെൻസും എന്ത് ചെയ്യണം? നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യണം. എന്ന് പറയുമ്പോൾ അർത്ഥം അസറ്റിന്റെ കോസ്റ്റിന്റെ കൂടെ കൂട്ടണം. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ നമ്മൾ 50,000 രൂപ മെഷീനറി അക്കൗണ്ടിൽ വേറെയും 1000 രൂപ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് വേറെയും കാണിക്കാൻ പറ്റില്ല. പകരം എന്ത് ചെയ്യണം? ഈ 1000 രൂപ കൂടി മെഷീനറി അക്കൗണ്ടിന്റെ കൂടെ കൂട്ടണം. എന്ന് പറയുമ്പോൾ എൻട്രി എങ്ങനെ വരും? മെഷീനറി അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് എന്ന് പറയുന്ന എമൗണ്ട്
50,000 പ്ലസ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ₹1,000 51,000 എന്നാണ് കാണിക്കേണ്ടത്. അതല്ലാതെ 1,000 വേറെ നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എന്നൊരു എൻട്രി കൊടുക്കാൻ പാടില്ല. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്താവും? അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിൻ്റെ വയലേഷൻ ആവും. കാരണം അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് പ്രകാരം അസറ്റ് വാങ്ങുന്ന സമയത്ത് വരുന്ന എല്ലാ കോസ്റ്റും അസറ്റിൻ്റെ കൂടെയാണ് കൂട്ടേണ്ടത്. അപ്പോൾ അത് നമ്മൾ വയലേറ്റ് ചെയ്യാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ വേറെ എൻട്രീസ് ആയി കൊടുക്കുന്ന സമയത്തിന് വയലേറ്റ് ചെയ്യാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്തു കഴിഞ്ഞാലും അക്കൗണ്ട് ടാലി ആവും അല്ലേ? കാരണം 50,000 മെഷീനറി അക്കൗണ്ടിലും 1,000 ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എക്സ്പെൻസിൽ കൊടുത്താലും മൊത്തം ഡെബിറ്റ് ₹51,000 വരും. അങ്ങനെ കൊടുത്താൽ ₹51,000 ഡെബിറ്റ് സൈഡിൽ വരും. അതേ സമയത്ത് നമ്മൾ ₹51,000 മെഷീനറി അക്കൗണ്ടിൽ മാത്രം കൊടുത്താലും ഡെബിറ്റ്സ് ₹51,000 തന്നെയാണ് വരിക. അപ്പോൾ ഈ രണ്ട് എൻട്രി രീതിയിൽ നമ്മൾ പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട്സ് എല്ലാം ഈ കറക്റ്റ് ആവും. അതുപോലെ തന്നെ നമ്മുടെ ട്രയൽ ബാലൻസ് ടാലി ആവുകയും ചെയ്യും. പക്ഷെ എന്താണ് പ്രശ്നമുള്ളത്? ഇതിങ്ങനെ ചെയ്യാൻ പാടില്ല. അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിൻ്റെ വയലേഷനാണ്. അപ്പോൾ അത്തരത്തിലുണ്ടാകുന്ന എറേഴ്സിനെ നമ്മൾ എറർ ഓഫ് പ്രിൻസിപ്പിൾ എന്ന് പറയാം. ഇപ്പോൾ ട്രയൽ ബാലൻസ് ടാലി ആവും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. പക്ഷേ അവിടെ എറർ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ എറേഴ്സുമായി ബന്ധപ്പെട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. നമ്മൾ എറേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ ആദ്യം പറഞ്ഞു. അതിൻ്റെ ടൈപ്സ് ഓഫ് എറേഴ്സ് നമ്മൾ അക്കൗണ്ടിങ് പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ പറഞ്ഞു. ഓക്കെ, താങ്ക് യു.